എന്ത് പറ്റി നിനക്ക്? ഒന്നുമില്ല. നിന്റെ മുഖം വല്ലാതിരിക്കുന്നല്ലോ. ചേച്ചിക്ക് തോന്നുന്ന ഒന്നുമല്ല. എന്റെ ഉണ്ണിയെ കണ്ട എനിക്ക് അറിഞ്ഞൂടെ? എന്താണെന്ന് പറയടാ നീ. ചേച്ചി വെറുതെ കരഞ്ഞ് ബഹളം ഉണ്ടാക്കി അച്ഛനെ ഉണർത്തണ്ട. അയ്യോ, എന്റെ ഉണ്ണിക്ക് എന്താ പറ്റി ദൈവമേ? അതിനുശേഷം എന്നെ മുകേഷ് എന്നെ ഫോൺ വിളിച്ചിട്ട് പറയാ, ആഹാ അമ്പിടി കള്ളി, നീ ഞാൻ അറിയാതെ അമ്മയിൽ നുഴഞ്ഞു കയറാമെന്ന് വിചാരിച്ചല്ലേ? നിനക്ക് കൊടുക്കാൻ വലിയ പാടല്ലേ? നീ ആർക്കും കൊടുക്കണ്ട. നീ മെഴുകുതിരിയുടെ വാസ്ക് ഇട്ട് അടച്ചു വെച്ചോളാൻ. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. വളരെ പച്ചയായിട്ട് എന്റെ അടുത്ത് പറഞ്ഞു. എനിക്കത് ഭയങ്കര സങ്കടമായിപ്പോയി അങ്ങനെ പറഞ്ഞു. ഇത്രക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. അതെ, നേരിട്ട് പിന്നെ നാടകമേ ഉലകം എന്ന സിനിമയിൽ നേരിട്ട് ഞങ്ങൾ കലണ്ടർ എന്ന സിനിമയിൽ ഞങ്ങൾ കണ്ടിരുന്നു. അന്നും പുള്ളിക്കാരൻ എന്നോട് ഇത് അന്നും പറഞ്ഞ് താല്പര്യം പ്രകടിപ്പിച്ചായിരുന്നു. പുള്ളിക്കാരൻ താല്പര്യമാണ്, കാണാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഭവാനി ഒന്ന് മനസ്സ് വെച്ചാൽ ഈ കലവറ നമുക്കൊരു മണിയറയാക്കാം. പോയെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഭവാനിയെ കുലകൾക്കിടയിലേക്ക് വരുമോ? മൗനം സമ്മതം. പുള്ളിക്കാരന്റെ കാക്കനാടോ വൈറ്റിലോ എവിടെ കണ്ട് വില്ലയുണ്ട്, അവിടെ വെച്ച് കാണാൻ പറ്റുമോ, എറണാകുളത്തിലെ വീട് എന്നൊക്കെ ചോദിച്ച് പരിചയപ്പെട്ടു. അപ്പൊ അതിലൊന്നും നമ്മൾ വളരെ നൈസായിട്ട് അങ്ങ് ഒഴിഞ്ഞു മാറി. പിന്നീട് കാണുന്നത് നാടകമേ ഉലകം എന്ന സെറ്റിൽ വെച്ചിട്ടാണ്, പാലക്കാട്. അവിടെ എന്ത് സംഭവിച്ചു? അവിടെ വന്ന് പുള്ളിക്കാരൻ എന്നെ ലൊക്കേഷൻ ഞാൻ പുള്ളിക്കാരനോട് മിണ്ടാൻ തയ്യാറായില്ല. കാരണം ഇങ്ങനെ ഒരു സംസാരം പുള്ളിക്കാരൻ സംസാരിച്ചത് കൊണ്ട് ഞാൻ മുഖം കൊടുക്കാതെ ഓടിപ്പോന്ന് പറഞ്ഞു. പുള്ളി തന്നെ നേരിട്ട് എന്റെ റൂമിൽ വന്നിച്ച് അകത്തോട്ട് കയറി. എന്നിട്ട് പറഞ്ഞു, എന്താ തന്റെ പ്രശ്നം, തന്നെ. അപ്പൊ ഞാനൊന്നും മിണ്ടി, എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടൊക്കെ. അത് പറഞ്ഞു, എടോ താൻ എന്തിനാ ഇങ്ങനെ, ഞാൻ തന്നെ പിടിച്ച് വിഴുങ്ങത്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ എന്നെ അവിടെ കയറി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ, അപ്പൊ കട്ടില്ല, അപ്പൊ തൊട്ട് പുറകെ കട്ടില്ല, അപ്പൊ ഇങ്ങനെ പുറകോട്ട് തള്ളിയപ്പോഴത്തേക്ക് എന്നെ ആ ബെഡിലോട്ട് ഇങ്ങനെ പുള്ളിക്കാരൻ കടത്തി. പോകുന്നല്ലേ ഉള്ളൂ. കടന്നപ്പോ ഞാൻ ഉരുണ്ട് അപ്പുറത്തോട്ട് ഇറങ്ങിട്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങി, ഡോറ് തുറന്ന് പെട്ടെന്ന് പുറത്തോട്ട് ഇറങ്ങി. അപ്പോഴൊക്കെ അംഗത്വം കിട്ടിയോ? ഇല്ല, കിട്ടിയില്ല, തന്നില്ല. അപ്പൊ പിന്നെ എന്നെ അമ്മ അസോസിയേഷൻ തന്നെ ആരോ വിളിച്ചു പറഞ്ഞു, മിനു സോറി കേട്ടോ, മിനു 6 സിനിമയിലേ അഭിനയിച്ചുള്ളൂ, കുറച്ചുകൂടെയൊക്കെ സിനിമ അഭിനയിക്കും. കാരണം ഇവിടെയുള്ള കമ്മിറ്റി മെമ്പേഴ്സിന് മിനുവിനെ അറിയില്ല. ഞാൻ ചോദിച്ചു, അയ്യോ സാറേ, ആരൊക്കെയാണ് കമ്മിറ്റി മെമ്പേഴ്സ്?